ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഗ്രാമപോഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നാമം, ക്രിയ, വിശേഷണം അല്ലേ? എന്താ പഠിച്ചത്? ലോകത്ത് നിരവധി വസ്തുക്കളുണ്ട്. അവയെ ഒറ്റയ്ക്കും ഇനം ചേർത്തും വിളിക്കുന്ന പേരുകൾക്കാണ് നാമം എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? വസ്തുക്കളുടെ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം അല്ലേ? നാമം എന്ന് പറഞ്ഞു. രാമൻ, ഇന്ത്യ, ഹിമാലയം, ഗംഗ, മനുഷ്യൻ, രാജ്യം, പിന്നെന്താ, മല, പുഴ എന്നിവയെല്ലാം നാമങ്ങളാണ്. മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നുകിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലാവും ഉണ്ടാവുക അല്ലെ? ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ എന്തു പറയുന്നു? ക്രിയ. അപ്പോ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? ക്രിയ അല്ലെ? ക്രിയ. ഇംഗ്ലീഷിൽ വേർബ് പറയും. അപ്പൊ ക്രിയ. അപ്പോ അതിൽ ആരാണോ സബ്ജക്റ്റ് ഉണ്ടാവുക, കർത്താവ് ഉണ്ടാവുമോ, ആ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് എന്ത് പറയുക? ക്രിയ എന്ന് പറയുക അല്ലെ? പിന്നെന്താണ് അടുത്തത്? മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നുകിൽ, അത് നമ്മൾ വായിച്ചു. രാമൻ വരുന്നു എന്ന വാക്യത്തില് അപ്പൊ വരുന്നു എന്നതാണ് ക്രിയ എന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യ ഒരു രാജ്യമാകുന്നു, ഗംഗ ഒഴുകുന്നു, ഹിമാലയം ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങളെല്ലാം എന്താണെന്ന് പറഞ്ഞു? ക്രിയയാണെന്ന് പറഞ്ഞു. മേൽപ്പറഞ്ഞ നാമങ്ങൾക്കും ക്രിയകൾക്കും ചേർക്കുന്ന വിശേഷതകൾക്കാണ് വിശേഷണം എന്ന് പറയുന്നത് അല്ലെ? അണ്ടർലൈൻ ചെയ്യണേ, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ വിശേഷണം എന്ന് പറയുന്നത് എന്താണ്? നാമം എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് അതില്. അപ്പൊ നാമങ്ങൾക്കും ക്രിയകൾക്കും ചേർക്കുന്ന വിശേഷതകൾക്കാണ് വിശേഷണം എന്ന് പറയുന്നത്. ശക്തനായ രാമൻ വേഗത്തിൽ വരുന്നു അല്ലെ? വിശേഷണം വന്നിട്ടുണ്ട്. എന്ത്? രാമൻ എങ്ങനെയുള്ള ആളാണ്? ശക്തനാണ്. ശക്തനായ രാമനാണ്. എങ്ങനെയാ വരുന്നു? വേഗത്തിലാണ് വരുന്നത് അല്ലെ? അപ്പോ അതുപോലെ ഉയർന്ന ഹിമാലയം, ഹിമാലയം ഉയർന്നതാണ്. അതിന്റെ വിശേഷതകൾ പറയുന്നുണ്ട്. ശത്രുക്കൾക്ക് തടസ്സമായി സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങൾ വിശേഷണങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ? അടുത്ത് നമ്മൾ ലിംഗമാണ് പറയുന്നത്. ലിംഗം എന്തൊക്കെ ലിംഗങ്ങളുണ്ട്? സ്ത്രീലിംഗം, പുല്ലിംഗം അല്ലെ? സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ്. അപ്പോൾ വസ്തുക്കളെ അല്ലെങ്കിൽ നാമങ്ങളെ ആണ്, പെണ്ണ്, ആ രണ്ടു വർഗത്തിലും പെടാത്തത് എന്ന് തിരിക്കുന്നതാണ് ലിംഗം അല്ലെ? ആൺ, പെൺ, അല്ലെങ്കിൽ അതിൽ പെടാത്തത്, ഇങ്ങനെ തിരിക്കുന്നതിനാണ് ലിംഗം എന്ന് പറയുന്നത്. രാമൻ, അധ്യാപകൻ എന്നിവ പുല്ലിംഗങ്ങളാണ്. സീത, അധ്യാപിക എന്നിവ സ്ത്രീലിംഗങ്ങളാണ്. കല്ല്, മരം എന്നിവ നപുംസകങ്ങളും. മനുഷ്യൻ ഒഴിച്ചുള്ള ജന്തുക്കളിൽ ഏതാനും ചിലതിനു മാത്രമേ ആൺ പെൺ ഭേദം പരിഗണിക്കാറുള്ളൂ. ആൺ പെൺ വ്യത്യാസം കാണിക്കാൻ ഭാഷയിൽ പ്രത്യേക പദങ്ങൾ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാതെ അല്ലേ? അപ്പൊ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പുല്ലിംഗം, സ്ത്രീലിംഗം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്ത്? അച്ഛൻ എന്താണ്? അച്ഛന്റെ അമ്മ. അണ്ണൻ, അക്കൻ അല്ലെ? അണ്ണൻ എന്ന് പറഞ്ഞാൽ ഏട്ടൻ, അക്കൻ അതിന്റെ അക്ക എന്ന് പറയാറുണ്ട്, അക്ക. രാജാവ്, രാജ്ഞി. രാജാവിന്റെ സ്ത്രീലിംഗം എന്താ? രാജ്ഞി. നെക്സ്റ്റ് ഭർത്താവ്. ഭർത്താവ്, ഭാര്യ. വിദ്വാൻ, വിവരമുള്ളവൻ അല്ലെ? വിദ്യയുള്ളവൻ, നല്ലപോലെ അറിയുന്നവൻ. എന്താ പെണ്ണുങ്ങൾ അതിനെ പറയാ? വിദുഷി. കൊമ്പൻ, കൊമ്പനാന, പിടിയാന അല്ലെ? പിടി. കൊമ്പൻ, പിടി. പൂവൻ, കോഴികളാണ് എന്താ പറയാ? പൂവനും പിടാന്ന് പറയും. അപ്പൊ പൂവൻ കോഴിയും പിടക്കോഴി എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് പെൺ, അതായത് പുല്ലിംഗവും സ്ത്രീലിംഗവും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അത് നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ്, സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ലേ? ഓക്കെ, അതിനിപ്പോ ഒരു ഉദാഹരണം പറയുമ്പോ എന്താ പറയുക? ചേട്ടൻ ആണെങ്കിൽ എന്താ വരുക? സ്ത്രീലിംഗം ചേച്ചി. അമ്മാവൻ, അമ്മായി അല്ലേ? മകൻ, മകൾ അല്ലേ? അങ്ങനെ വരും കേട്ടോ. അതുപോലെ വചനം. അടുത്ത എന്താ പറയുന്നത്? വചനം. വചനം
ഇപ്പോ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. എന്താണ്? എണ്ണത്തിന്റെ അണ്ടർലൈൻ ചെയ്യണം. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. ഒന്ന്, പലത് എന്ന് 2 തരത്തിലെ മലയാളത്തിൽ നാമങ്ങളെ വിഭജിക്കുന്നുള്ളൂ, അല്ലെ? ഒന്ന്, ഒറ്റൊന്ന്, അല്ലെങ്കിൽ കുറേ എണ്ണം എന്നുള്ള അർത്ഥത്തില്. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അധ്യാപകൻ എന്താ വരുവാ നേരം? കുറെ ആള് എന്നുള്ള അർത്ഥത്തിൽ എന്താ? കുറെ അധ്യാപകന്മാരുണ്ടെങ്കിൽ എന്താ? അധ്യാപകർ, അല്ലെ? അധ്യാപകർ. സ്ത്രീ, സ്ത്രീകൾ, അല്ലെ? സ്ത്രീകൾ. ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളാണ്. അടുത്ത സ്ത്രീകൾ, ഒരു കൂട്ടം ഉണ്ടെങ്കിലോ സ്ത്രീകൾ എന്ന് പറയും, അല്ലെ? നെക്സ്റ്റ് ഞാൻ, ഒറ്റ എന്ന് പറയും, അല്ലെ? നിങ്ങൾ എല്ലാരും കൂടി ആവുമ്പോ എന്ത് പറയും? നമ്മൾ. ഓക്കെ. നെക്സ്റ്റ് നീ ആണെങ്കിലോ നിങ്ങൾ, അല്ലെ? നിങ്ങൾ എല്ലാവരും കൂടി ആവുമ്പോ നിങ്ങളായി. അവൻ, അവൻ എന്ന് പറഞ്ഞ ഒറ്റയാള്. അവർ, അത്, നമ്മൾ ഒറ്റ ഒരു സാധനം ഉണ്ടെങ്കിൽ പറയും അത് എന്ന് പറയും. കുറെ ഉണ്ടെങ്കിലോ അവ, അല്ലെ? എല്ലാം കൂടെ കൂടിയത് അവ. ഓക്കെ. അതിൽ വലിയ കാര്യത്തിലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് ഏകദേശം അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതിലെന്താണ് ഒന്ന് പഠിക്കാനുള്ളത്? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം, അല്ലെ? വചനം. നെക്സ്റ്റ് വിഭക്തിയാണ്. വിഭക്തി. നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. എന്താണ് വിഭക്തി? നാമത്തിന്, അതായത് ഒരു നാമം, നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം, അല്ലെ? നാമം എന്നാൽ എന്ത്? പേരിനെ സൂചിപ്പിക്കുന്ന പദം. അതായത് ഇപ്പൊ ഓരോരാള് പേര് പറയും, അല്ലെ? നമ്മള്, അല്ലെ? രാമൻ, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. രാമൻ, കൃഷ്ണൻ, അങ്ങനെ ഓരോ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം. അപ്പോ ഇവിടെ വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നാമത്തിന്, അല്ല അതെ, നാമത്തിന് നാമത്തോടോ അല്ലെങ്കിൽ അതിലുള്ള ക്രിയ എന്താണ്? കർത്താവ് ചെയ്യുന്ന പ്രവർത്തിക്കാണ് ക്രിയ എന്ന് പറഞ്ഞു, അല്ലെ? നമ്മള് കർത്താവ് എന്താണോ, രാമൻ വരുന്നു എന്നതില് വരുന്നു എന്നതാണ് ക്രിയ എന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോ നാമത്തിന് നാമത്തോടോ അല്ലെങ്കിൽ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. മനസ്സിലായ? നാമത്തിനോടോ നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. അണ്ടർലൈൻ ചെയ്തോ? നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. വിഭക്തി എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. ഓക്കെ, ക്ലിയർ ആയോ? അത് വിഭക്തി നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. രാമൻ വന്നു, രാമനെ കണ്ടു, രാമനോട് പറഞ്ഞു, രാമന് കൊടുത്തു, രാമനാൽ ശ്രേയസ് ഉണ്ടായി, രാമന്റെ രാജ്യം, രാമനിൽ ധീരത കാണാം, രാമങ്കൽ അഭയം തേടി. മേൽപ്പറഞ്ഞവയിൽ ഏതാണ്? രാമന്റെ രാജ്യം എന്നത് ഒളിച്ചുള്ളവയിൽ അടിവരയിട്ട നാമങ്ങൾക്ക് ക്രിയയോടാണ് ബന്ധം. രാമന്റെ രാജ്യം എന്നതിൽ നാമത്തിന് നാമത്തോടാണ് ബന്ധം. മനസ്സിലായോ? അപ്പോ ഇന്റെ, ഉടെ, രാമനു, കണ്ടോ? രാമനാൽ, ആൽ, ഇതൊക്കെ എന്താണ്? പ്രത്യയങ്ങളാണ്. നാമപദം ഉചിതമായി പ്രയോഗിക്കുന്നതിന് ഈ ബന്ധം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? നമുക്ക് രാമന്റെ, രാമനാൽ, രാമൻ എന്നാണ്, നിന്റെ, എന്റെ എന്നെല്ലാം നമ്മൾ പറയില്ലേ? അയാളാൽ, അദ്ദേഹത്തിന്റെ സഹായത്താൽ എന്നെല്ലാം പറയില്ലേ? അതല്ലാണ് ആൽ, ഉടെ, ഇന്ത്യ എന്നെല്ലാം പറയാം. അതെല്ലാം പ്രത്യയമാണ്. ഇപ്പോ നാമപദം പേജ് നമ്പർ 76. ഷാബാസിന് ക്ലാസ് കിട്ടിയില്ലേ? ലേറ്റ് ആയോ കയറാൻ? 76 നമ്മളിപ്പോ ഗ്രാമർ പോർഷനാണ് എടുക്കുന്നത്. കണ്ടോ? 76-ാമത്തെ പേജില് വിഭക്തി എന്നതാണ് ഇപ്പൊ മിസ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാമം, ക്രിയ, വിശേഷണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ലിംഗാണ് ഇന്ന് പഠിച്ചത്, അല്ലേ? സ്ത്രീലിംഗവും പുല്ലിംഗവും. പിന്നെയോ നപുംസകലിംഗം ഉണ്ട്, അല്ലേ?
ഇതിലൊന്നും പെടാത്തവ അല്ലേ. നെക്സ്റ്റ് എന്താണ്? വചനം. അടുത്ത നമ്മൾ പഠിച്ചത് വചനം. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം എന്ന് പഠിച്ചു അല്ലെ. വചനത്തിന് ഉദാഹരണങ്ങൾ പഠിച്ചു. അധ്യാപകൻ, അധ്യാപകർ, സ്ത്രീ, സ്ത്രീകൾ, ഞാൻ, ഞങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ, നീ, നിങ്ങൾ, അവൻ, അവർ, പിന്നെയോ അത്, അവ. അടുത്തത് വിഭക്തിയാണ് പഠിച്ചത്. നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി എന്ന് പഠിച്ചു അല്ലേ. അപ്പോ അതിന് കുറച്ച് എക്സാമ്പിളും പഠിച്ചു. രാമൻ വന്നു, രാമനെ കണ്ടു, രാമനോട് പറഞ്ഞു, രാമന് കൊടുത്തു അല്ലെ. ഒക്കെ നമ്മൾ കുറച്ച് എക്സാമ്പിളും പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് നാലാമത്തത് എന്താ പഠിക്കേണ്ടത്? ക്രിയാകാലമാണ്. ക്രിയാകാലം. ഓക്കെ, അതുവരെയുള്ള ക്ലിയർ ആയോ? ഒരു കാര്യം ചെയ്യുക, പഠിച്ച് നമുക്ക് വായിക്കാം. ആരാ ഒന്ന് വായിക്കുന്നത്? ഓക്കെ, ഹന്ന റോസ് വായിച്ചോ. വൈകുന്നേരം അതുലാണോ ചോദിക്കുന്നത്? എക്സാം ഉണ്ട്. ഓക്കെ ഉണ്ട്. നമ്മൾ ഏത് പാടാ പറഞ്ഞ? 15ാമത്തെ പാഠം അല്ലേ. ഓക്കെ, 15ാമത്തെ പാഠം വൈകുന്നേരം എക്സാം ഉണ്ട്, ഡിക്റ്റേഷൻ ഉണ്ട്, അതായത് ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ഹന്ന വായിച്ചോ. ഹന്ന, ഇന്ന് നമ്മൾ എടുത്ത ഭാഗം നാമം തൊട്ടാണ്. നാമം മുതൽ വായിച്ചോ. കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. നാമം, ക്രിയ, വിശേഷണം. സഹബാസേ ശ്രദ്ധിച്ചോ, 75ാമത്തെ പേജ്. നാമം, ക്രിയ, വിശേഷണം. ലോകത്ത് നിരവധി വസ്തുക്കൾ ഉണ്ടല്ലോ. അവയെ ഒറ്റയ്ക്കും ഇനം ചേർത്തും വിളിക്കുന്ന പേരുകളാണ് നാമം എന്ന് പറയുന്നത്. രാമൻ, ഇന്ത്യ, ഹിമാലയം, ഗംഗ, മനുഷ്യൻ, രാജ്യം, മല, പുഴ എന്നിവയെല്ലാം നാമങ്ങളാണ്. മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നുകിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലാവും. ആ പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥയെ ക്രിയ എന്ന് പറയുന്നു. രാമൻ വരുന്നു, ഇന്ത്യ ഒരു രാജ്യമാകുന്നു, ഗംഗ ഒഴുകുന്നു, ഹിമാലയം ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങളെല്ലാം ക്രിയകളാണ്. മേൽപ്പറഞ്ഞ നാമങ്ങൾക്കും ക്രിയകൾക്കും ചേർക്കുന്ന വിശേഷതകൾക്കാണ് വിശേഷണം എന്ന് പറയുന്നത്. ശക്തനായ രാമൻ വേഗത്തിൽ വരുന്നു, ഉയർന്ന ഹിമാലയം. അടിവരയിട്ട പദങ്ങൾ വിശേഷണങ്ങളാണ്. ലിംഗം വസ്തുക്കളെ നാമങ്ങളെ ആണ് പെണ്ണ് ആ രണ്ട് വർഗത്തിനും പെടാത്തത് എന്ന് തിരിക്കുന്നതാണ് ലിംഗം. രാമൻ, അധ്യാപകൻ എന്നിവ പുല്ലിംഗമാണ്. സീത, അധ്യാപിക എന്നിവ സ്ത്രീലിംഗമാണ്. കല്ല്, മരം എന്നിവ നപുംസകങ്ങളും. മനുഷ്യൻ ഒഴിച്ചുള്ള ജന്തുക്കളിൽ ഏതാനും ചില പരിഗണിക്കാറുള്ളൂ. ആൺപെൺ വ്യത്യാസം കാണിക്കാൻ ഭാഷയിൽ പ്രത്യേക പദങ്ങൾ തന്നെ ഉണ്ട്. ഉദാഹരണം: പുല്ലിംഗം അച്ഛൻ, അണ്ണൻ, രാജാവ്, ഭർത്താവ്, വിദ്വാൻ, കൊമ്പൻ, പൂവൻ. അച്ഛൻ, അമ്മ, അങ്ങനെ വായിക്കണം. അമ്മ, അക്കൻ, അച്ഛൻ. ഹന്ന, അച്ഛൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗാണ് അമ്മ. അപ്പൊ അങ്ങനെ വായിക്കണം: അച്ഛൻ, അമ്മ, അണ്ണൻ, അക്കൻ. അങ്ങനെ അമ്മ, അണ്ണൻ, അക്കൻ, രാജാവ്, രാജ്ഞി, ഭർത്താവ്, ഭാര്യ, വിദ്വാൻ, വിദുഷി, കൊമ്പൻ, പിടി, പൂവൻ, പിട. വചനം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. ഒന്ന്, പലത് എന്ന് രണ്ടു തരത്തിലെ മലയാളത്തിൽ നാമങ്ങളെ വിഭജിക്കുന്നുള്ളൂ. മ്യൂട്ടായി മോള്. അധ്യാപകൻ, സ്ത്രീ, സ്ത്രീകൾ, ഞാൻ, നമ്മൾ, നീ, നിങ്ങൾ, അവൻ, അവർ, അത്, അവ. വിഭക്തി നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ്. രാമൻ വന്നു, പ്രത്യയമാണ് വിഭക്തി. രാമനാൽ ശ്രേയസ് ഉണ്ടായി, രാമന്റെ രാജ്യം, രാമനിൽ ധീരത കാണാം, രാമങ്കൽ അഭയം തേടി. മേൽപ്പറഞ്ഞവയിൽ രാമന്റെ രാജ്യം എന്നൊഴിച്ച്
എന്നതൊഴിച്ചുള്ളവയിൽ അടിവരയിട്ട നാമങ്ങൾക്ക് ക്രിയയോടാണ് ബന്ധം. രാമന്റെ രാജ്യം എന്നതിൽ നാമത്തിന് നാമത്തോടാണ് ബന്ധം. നാമപദം ഉചിതമായി പ്രയോഗിക്കുന്നതിന് ഈ ബന്ധം വിഭക്തി ബന്ധം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയോ മക്കളെ? എന്തൊക്കെ നമ്മൾ പഠിച്ചു? നാമം, ക്രിയ, വിശേഷണം. നാമം ഒരു പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം. ക്രിയ എന്ത്? കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? ക്രിയ. വിശേഷണം അല്ലെ? അപ്പോ ആര്? ശക്തനായ രാമൻ അല്ലെങ്കിൽ എന്താ വേഗത്തിൽ വരുന്നു, ഇതൊക്കെയാണ് അതിന്റെ വിശേഷണം അല്ലെ? അല്ലെങ്കിൽ കർമ്മം എന്ന് പറയാ. കർത്താവ്, കർമ്മം, ക്രിയ, വിശേഷണം എന്ന് പറയുന്നത്. അപ്പോ അടുത്തത് ലിംഗമാണ്. ലിംഗം വസ്തുക്കളെ ആണ്, പെണ്ണ് അല്ലെങ്കിൽ ആ രണ്ട് വർഗത്തിലും പെടാത്തത് എന്നിങ്ങനെ തരംതിരിക്കുന്നതാണ് ലിംഗം അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകങ്ങൾ, ഇങ്ങനെ മൂന്നാണ് ലിംഗത്തിൽ പറയുന്നത് അല്ലെ? നെക്സ്റ്റ് അടുത്തത് വചനമാണ് നമ്മൾ പഠിച്ചത്. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അധ്യാപകൻ, അധ്യാപകർ. സ്ത്രീ, സ്ത്രീകൾ. ഞാൻ, നമ്മൾ. നീ, നിങ്ങൾ. അവൻ, അവർ. അത്, അവ. നെക്സ്റ്റ് വിഭക്തിയാണ് പഠിച്ചത്. നാമത്തിന് നാമത്തോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി അല്ലെ? എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. രാമൻ വന്നു, രാമനെ കണ്ടു, രാമനോട് പറഞ്ഞു, രാമന് കൊടുത്തു, രാമനാൽ ശ്രേയസ് ഉണ്ടായി, രാമന്റെ രാജ്യം, രാമനിൽ ധീരത കാണാം, രാമങ്കൽ അഭയം തേടി അല്ലെ? അങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ? നാമം, ക്രിയ, വിശേഷണം, ലിംഗം, വചനം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ വിഭക്തി അല്ലെ? ഓക്കെ, അതുവരെയുള്ളത് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ് അല്ലെ? അപ്പോ അതിനു മുമ്പേ നമ്മൾ വാക്യം എന്നതിനെ ഒരു നിർവചനം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? വാക്യം നോക്കാതെ ആർക്കെങ്കിലും അറിയോ അതിന്റെ നിർവചനം? വാക്യം എന്നാൽ എന്ത്? നമ്മൾ നമ്മൾ ഇതേ ഈ 5ാം ക്ലാസ്സിൽ പഠിച്ചാണ്. ആർക്കറിയാം അതിന്റെ വാക്യത്തിന് നിർവചനം? വാക്യം എന്നാൽ എന്ത്? എന്താണ് വാക്യം? അറിയോ ലക്ഷ്മിപ്രിയ? ഹന്ന റോസ്, അടുത്ത ഗ്രേസ്, മുഹമ്മദ്. വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിനു പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് വാക്യം. വെരി ഗുഡ്. വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത് അല്ലെ? അതാണ് നിർവചനം വാക്യത്തിന്റെ. വിചാരങ്ങൾ നമ്മൾ വാക്യങ്ങൾ പഠിച്ചു. വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 3 തരം വാക്യങ്ങളെ കുറിച്ച് അല്ലെ? പിന്നെ നമ്മൾ ആഖ്യാതം പഠിച്ചു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇത്. വാക്യം എന്നാൽ എന്ത്? വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. വാക്യങ്ങൾ ഏതൊക്കെ? വിധിവാക്യം, നിഷേധവാക്യം, ചോദ്യവാക്യം അല്ലെ? പഠിച്ചത് ഓർമ്മയില്ല? ഓക്കെ, ഇതൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത്? നിങ്ങളെ പഠിക്കാൻ വേണ്ടിയല്ലേ? അതിന് ഓരോന്നിനും എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ഗ്രാമർ പോർഷൻ നല്ലപോലെ വായിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ചത് നാമം, ക്രിയ, വിശേഷണം, ലിംഗം അല്ലെ? വചനം, പ്രത്യയം. ഇത്രയും നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ പരീക്ഷയ്ക്ക് ഗ്രാമർ ഉണ്ടോ? ഗ്രാമർ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ റെഡിയാക്കിയതിൽ ഗ്രാമർ പോർഷൻ അത്ര ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഞാൻ ഉൾപ്പെടുത്തും ഇനി. അപ്പൊ ഗ്രാമർ നിങ്ങൾ വായിക്കുക. ഗ്രാമർ കൂടി നമുക്ക് കുറച്ചുകൂടി ഉണ്ടല്ലോ. പിന്നെ എല്ലാം കൂടി അടുത്ത എക്സാമിന് തന്നെ വരേണ്ടി വരും. എന്താണ് അതിലെ നമുക്ക് ഗൂഗിൾ ഫോമില് 1 വേർഡ് പോലത്തെ ആൻസർ ഓർമ്മയുണ്ടോ? ഓപ്ഷൻ തന്നിട്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ എക്സാം. എങ്ങനെ?
വൈകുന്നേരത്തെ പരീക്ഷ വൈകുന്നേരത്തെ പരീക്ഷ ചോദ്യം ചോദിക്കുവോ, ക്ലാസ് ടെസ്റ്റ് ഇടുവോ, നിങ്ങൾ എങ്ങനെ വേണം പഠിച്ചിരിക്കണം. നമുക്ക് ചോദ്യം ചോദിക്കാൻ വേണമെങ്കിൽ ഓക്കെ. അപ്പൊ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം, ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം അറിയോ? ഇപ്പം ഗൂഗിൾ ഫോമിലായതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാനില്ല അധികം, അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തെറ്റിയ വേർഡ് നേരെ ഇമ്പോസിഷൻ എഴുതിക്കുകയും ചെയ്യാം ഓൺ ദ സ്പോട്ടിൽ, അല്ലേ? ഓക്കെ, അപ്പൊ ഗ്രാമർ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ അല്ലേ മക്കളെ? എക്സാമിന് അപ്പൊ വിഭക്തി വരെയാണോ ഉള്ളത് ആദ്യം തൊട്ട്? വിഭക്തി വരെ ട്ടോ, അതുവരെയുള്ളത് ക്ലിയർ ആക്കുക. വിഭക്തി വരെ മതിയല്ലേ നമുക്കിന്ന്? അപ്പൊ ഇന്ന് ആ ഒരു ഭാഗം ഒരാളൂടി വായിച്ചോ. ഞാൻ വായിക്കാം മിസ്സേ. 2 മുതൽ വായിച്ചോ, വാക്യം മുതൽ വായിച്ചോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് വാക്യം. വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റ കൂട്ടമാണ് വാക്യം. പറ്റമാണ് കൂട്ടം. പറ്റുന്നില്ലേ വേറൊരു വാക്കാണ് അല്ലെങ്കിൽ കൂട്ടം. ഉദാഹരണം, ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട്. എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. സൂര്യൻ ഉദിച്ചോ. ഇവയെല്ലാം വാക്യങ്ങളാണ്. വിധിവാക്യം എന്നത് സംഭവിച്ചു എന്നോ ഇന്ന സ്ഥിതിയിലാണ് എന്നോ പറയാവുന്ന വാക്യങ്ങൾക്ക് വിധിവാക്യം എന്ന് പേർ. ഉദാഹരണം, സൂര്യൻ ഉദിച്ചു, കുട്ടി ഉറങ്ങുകയാണ്. നിഷേധവാക്യം, ഒരു കാര്യം ഇല്ലെന്നോ ഇന്ന അവസ്ഥയിലല്ലെന്നോ പറയുന്നത് നിഷേധവാക്യം. ഉദാഹരണം, സൂര്യൻ ഉദിച്ചില്ല, കുട്ടി ഉറങ്ങുകയല്ല. ചോദ്യവാക്യം, ഇത് രണ്ടുമല്ലാത്ത ഈ വസ്തുക്കൾ മറ്റൊരാളോട് ചോദിക്കുന്ന മട്ടിലുള്ള വാക്യങ്ങൾക്ക് ചോദ്യവാക്യം എന്ന് പറയുന്നു. ഉദാഹരണം, സൂര്യൻ ഉദിച്ചോ, കുട്ടി ഉറങ്ങുകയാണോ. ആഖ്യാതം, വാക്യത്തിന് 2 അംശമുണ്ട്. എന്തിനെങ്കിലും പറ്റി എന്തെങ്കിലും പറയുന്നതാണല്ലോ വാക്യം. എന്തിനെ പറ്റി പറയുന്നുവോ അത് ആഖ്യം. ആഖ്യയെ പറ്റി എന്തു പറയുന്നുവോ അത് ആഖ്യാതം. ആന വരുന്നു എന്ന വാക്യത്തിൽ ആന ആഖ്യ വരുന്നു ആഖ്യാതം. കൂർത്ത കൊമ്പും നീണ്ട തുമ്പിക്കൈയുമുള്ള വമ്പനായ ഒരാന മദിച്ച് കണ്ടതെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് വരുന്നു എന്നത് വാക്യമാണ്. ഇതിൽ കൂർത്ത കൊമ്പും നീണ്ട തുമ്പിക്കൈയും ഉള്ള വമ്പനായ ഒരാന ആഖ്യ, മതിച്ച് കണ്ടതെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് വരുന്നു ആഖ്യാതം. 3. നാമം, ക്രിയ, വിശേഷണം. ലോകത്ത് നിരവധി വസ്തുക്കളുണ്ടല്ലോ. അവയെ ഒറ്റയ്ക്കും ഇനം ചേർത്തും വിളിക്കുന്ന പേരുകൾക്കാണ് നാമം എന്ന് പറയുന്നത്. രാമൻ, ഇന്ത്യ, ഹിമാലയം, ഗംഗ, മനുഷ്യൻ, രാജ്യം, മല, പുഴ എന്നിവയെല്ലാം നാമങ്ങളാണ്. മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നുകിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കൊണ്ടിരിക്കുകയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയിലാവും. ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ ക്രിയ എന്ന് പറയുന്നു. രാവൺ വരുന്നു, ഇന്ത്യ ഒരു രാജ്യമാകുന്നു. ഗംഗ ഒഴുകുന്നു, ഹിമാലയം ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങളെല്ലാം ക്രിയകളാണ്. മേൽപ്പറഞ്ഞ നാമങ്ങൾക്കും ക്രിയകൾക്കും ചേർക്കുന്ന വിശേഷതകൾക്കാണ് വിശേഷണം എന്ന് പറയുന്നത്. ശക്തനായ രാമൻ വേഗത്തിൽ വരുന്നു. ഉയർന്ന ഹിമാലയം ശത്രുക്കൾക്ക് തടസ്സമായി സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങൾ വിശേഷണങ്ങളാണ്. ലിംഗം, വസ്തുക്കളെ നാമങ്ങൾ ആണ് പെണ്ണ് ആ 2 വർഗത്തിലും പെടാത്തത് എന്നും തിരിക്കുന്നതാണ് ലിംഗം. രാമൻ, അധ്യാപകൻ എന്നിവ പുല്ലിംഗമാണ്. ഗീത, അധ്യാപക എന്നിവ സ്ത്രീലിംഗമാണ്. കല്ല്, മരം എന്നിവ നപുംസകങ്ങളും. മനുഷ്യൻ ഒഴിച്ചുള്ള ജന്തുക്കളിൽ ഏതാനും ചിലതിന് മാത്രമേ ആണ് പെണ്ണ് ഭേദം
ഭേദം കാറുള്ളൂ. പരിഗണ ആൺ പെൺ വ്യത്യാസം കാണിക്കാൻ ഭാഷയിൽ പ്രത്യേക പദങ്ങൾ തന്നെ ഉണ്ട്. ഉദാഹരണം: പുല്ലിംഗം അച്ഛൻ, സ്ത്രീലിംഗം അമ്മ, അണ്ണൻ, അക്കൻ, രാജാവ്, രാജ്ഞി, ഭർത്താവ്, വിദ്യ, വിദുഷി, പമ്പൻ, പിടി, പൂവൻ, പിട. വചനം: എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. ഒന്ന് പലത് ഒന്ന് പലത് എന്ന് രണ്ട് തരത്തിലെ മലയാളത്തിൽ നാമങ്ങളെ വിഭജിക്കുന്നുള്ളൂ. ഒന്ന് പലത് എന്ന് രണ്ടു തരത്തിലെ മലയാളത്തിൽ നാമങ്ങളെ വിഭജിക്കുന്നുള്ളൂ. ഉദാഹരണം: അധ്യാപകൻ, അധ്യാപകർ, സ്ത്രീ, സ്ത്രീകൾ, ഞാൻ, നമ്മൾ, നീ, നിങ്ങൾ, അവൻ, അവർ, അത്, അവ. വിഭക്തി: നാമത്തിന് നാമത്തോട് ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. രാമൻ വന്നു, രാമനെ കണ്ടു, രാമനോട് പറഞ്ഞു, രാമന് കൊടുത്തു, രാമനാൽ ശ്രേഷ്ഠുണ്ടായി. രാമന്റെ രാജ്യം, രാമനിൽ ധീരത കാണാം, അഭയം തേടി. മേൽ പറഞ്ഞവയിൽ രാമന്റെ രാജ്യം എന്നതൊഴിച്ചുള്ളവയിൽ അടിവരയിട്ട നാമങ്ങൾക്ക് ക്രിയയോടാണ് ബന്ധം. രാമന്റെ രാജ്യം എന്നതിൽ നാമത്തോടാണ് ബന്ധം. നാമപദം ഉചിതമായി പ്രയോഗിക്കുന്നതിന് ഈ ഭക്തിബന്ധം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അത്ര വരെയാണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് ഷാഹിദ് കയറിയിട്ടുണ്ടായിരുന്നു. ഷാഹിദ് പോയി അല്ലേ? ഷാഹിദിനോട് കുറച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് എല്ലാ കുട്ടികളും കയറിയിട്ടുണ്ട് അല്ലേ? ആദിത്യനില്ല, ഒക്കെ എല്ലാരും കയറിയിട്ടുണ്ട്, നല്ല കുട്ടികള്. അപ്പൊ ഷാഹിദ് ഇപ്പൊ കയറിയിട്ടുണ്ടായിരുന്നു, പോയിന്തോന്നല്ലോ. ഷാഹിദിനോട് ഞാൻ സംസാരിക്കണം എന്ന് കരുതിയാണ്, അപ്പോൾ പോയി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങള് ഗ്രാമർ പോർഷൻ നല്ലപോലെ വായിക്കുക, അതുപോലെ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അപ്പോൾ സിമ്പിൾ ആണ്, കാരണം ഒരുപാട് ഒന്നും എഴുതാനും ഒന്നുമില്ല. നമുക്ക് ഗൂഗിൾ ഫോമിലല്ലേ എക്സാം, അപ്പോൾ എല്ലാം വൺ വേർഡ് രൂപത്തിലുള്ള എക്സാം ആണ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ആൻസർ ടിക്ക് ചെയ്താൽ മതി. പിന്നെ എന്താണ്, അപ്പോൾ വായിക്കണം, ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചാലേ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം കഴിയാറായി. ഇപ്പൊ എന്ത് ചെയ്യാ, എല്ലാ മക്കളും വായിക്കുക, പഠിക്കുക കേട്ടോ. ഷഹബാസേ, നോട്ട് കംപ്ലീറ്റ് ആണോ? ഷഹബാസ് പോയോ? ഷഹബാസും പോയി അപ്പോഴേക്ക്. റിഹാനെ, നോട്ടെല്ലാം കംപ്ലീറ്റ് അല്ലേ റിഹാനെ? അതെ, നോട്ടെല്ലാം കംപ്ലീറ്റ് അല്ലേ? ടെക്സ്റ്റ് വായിക്കുക കേട്ടോ നല്ലപോലെ. ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്ലാസ് കാണാം, വൈകുന്നേരത്തെ ക്ലാസ്സിൽ. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാരും പഠിച്ചിട്ട് വരണം. ഓക്കെ, ബൈ. എല്ലാ മക്കളും കേറണം കേട്ടോ. ഓക്കെ, ഇന്ന് എന്ത് രസം നോക്കി എല്ലാരും കേറിയിട്ട്. ബൈ.